എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ യുവേഴ്സ് പൊന്നു. വെൽക്കം ടു പൊന്നു ആതിരാസ് കർക്കിടക സീരീസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർനെസ് ചലഞ്ചാണ്. ഇപ്പോൾ ഫെയർനെസ് ചലഞ്ച് ആയാലും ഇപ്പോൾ നമ്മുടെ ശരീര സൗന്ദര്യമൊക്കെ സംരക്ഷിക്കാനും സൗന്ദര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഏറ്റവും ബെസ്റ്റ് സമയമാണ് കർക്കിടകം. ഈ സമയത്ത് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഫെയർനെസ് ചലഞ്ച് എന്ന് പറയുമ്പം ഇപ്പോൾ പല ആൾക്കാരും പറയും, എന്തിനാണ് ഈ ഫെയർനെസ്സിനെ ഒന്ന് എടുത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ വെളുത്തത് കൊണ്ട് മാത്രം സൗന്ദര്യം ഉണ്ടാവും. ഒരിക്കലുമില്ല. നിങ്ങളിപ്പോൾ ഒരുപാട് വെളുത്തത് കൊണ്ട് മാത്രം സൗന്ദര്യം ഉണ്ടാവും എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ കറുത്തിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാവുന്നത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുള്ളതും അതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തം ഒരു ചേച്ചി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഉള്ള കളർ എന്താണോ ആ കളറിൽ നിന്ന് ഒരു 2-3 ടോണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കളർ കൂടുന്നതിലും ഉപരി നിങ്ങളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നല്ല ഗ്ലോ ചെയ്യാനും നല്ല ഈവൻ ടോൺ ആവാനും നല്ല ഭംഗി വയ്ക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫെയർനെസ് ചലഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുമ്പോൾ പലതും നമ്മൾ മാറി പരീക്ഷിച്ച പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പലതും മാറി പരീക്ഷിക്കുന്നതിന് പകരം ഒരു കാര്യം, ഒരു റൂട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ റൂട്ടീൻ നമ്മൾ കാലാകാലം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കാര്യത്തിനും നമുക്ക് മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളം ഇട്ട് കഴിഞ്ഞാൽ ആ ചെടി നന്നായിട്ട് വളരും. അതേ സമയത്ത് നമ്മൾ ഒട്ടും കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെടി വാടിപ്പോവും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരവും മുടിയും കളർ ടോണും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം 21 ദിവസം 28 ദിവസം ഈ ഒരു കണക്കാണ്. അപ്പോൾ ആയുർവേദത്തിലൊക്കെ ഈ കണക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 21 ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ഒരു സ്പൂൺ മഞ്ഞൾ, ഒന്നുകിൽ പച്ചമഞ്ഞൾ അരച്ചതാവാം അല്ലെങ്കിൽ പച്ചമഞ്ഞളുടെ പൊടിയാവാം. കറിയിലൊക്കെ ഇടുന്ന മഞ്ഞളില്ലേ, കസ്തൂരി മഞ്ഞൾ നമ്മൾ ഉള്ളോട്ട് കഴിക്കില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചമഞ്ഞളുടെ പൊടിയോ പച്ചമഞ്ഞൾ അരച്ചതോ ഒരു സ്പൂൺ തേനിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ ഒരു സ്പൂൺ നമുക്ക് ഈ അരച്ചതോ പൊടിയോ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് വളരെയധികം നല്ലതാണ്. നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ നമ്മൾ സ്കിന്നിനെ പുറത്ത് നമ്മൾ എന്ത് പുരട്ടുന്നതിനേക്കാളും ഗുണം ചെയ്യുക നമ്മൾ അകത്തോട്ട് കഴിച്ചിട്ട് ആ അകത്ത് നിന്നുള്ള ഗുണം പുറത്തോട്ട് വരുമ്പോഴാണ്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ എന്തായിരിക്കും, നല്ല ഇരട്ടി ഗുണം കിട്ടും അല്ലേ. അപ്പോൾ രാവിലെ ആ മഞ്ഞൾ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഉപ്പേരികളൊക്കെ വെക്കില്ലേ വീട്ടിൽ, ഇപ്പോൾ പച്ചക്കറികളും ഈ ഒരു സമയത്ത് പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ വേവിച്ച് കഴിക്കണം എന്നല്ല. അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് ഇതിനകത്തൊക്കെ മഞ്ഞൾ കുറച്ചധികം ചേർക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ നാടൻ മുട്ടയൊക്കെ കിട്ടുമെങ്കിൽ നാടൻ മുട്ട നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് അത് കുറച്ച് ഉടച്ചിട്ട് പച്ചച്ചോറുണ്ടാവില്ലേ, പച്ചച്ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ പച്ചച്ചോറിലേക്ക് ഇതിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ വേറെ കറികളുടെ കൂടെ കഴിക്കരുത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ട് പച്ചമുളകും കീറിയിട്ടിട്ട് മുളക് പൊടി ചേർക്കാതെ കഴിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഉള്ളിലേക്ക് മഞ്ഞൾ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കണമെങ്കിലും ഡ്രൈനസ് മാറണമെങ്കിലും ഒക്കെ വെള്ളം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ ദാഹമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് വെള്ളം കുടിക്കാൻ നമുക്ക് മടിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അധികമായിട്ട് കാണാറുള്ളത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികമായിട്ട് കാണാറുണ്ട് അല്ലേ. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഇളം ചൂടോട് കൂടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, തണുത്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇളം ചൂടോട് കൂടിയിട്ട് ഈ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മെലിഞ്ഞു പോകുമെന്ന് പേടിയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഭക്ഷണശേഷം കഴിച്ചാൽ മതി. അപ്പോൾ ഡൈജസ്റ്റ് ആവാനും നല്ലതാണത്. എങ്ങനെയായാലും കുഴപ്പമില്ല. തണുത്ത വെള്ളത്തിലോ സാധാരണ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ എങ്ങനെയായാലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എന്തായാലും കുടിക്കാനായിട്ട് നോക്കുക. അതിനകത്ത് കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കുടിക്കാൻ പറ്റുവെച്ചാൽ ബെസ്റ്റാണ്. പക്ഷേ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കണം. മഞ്ഞളുടെ കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ തേച്ച് കുളിക്കുക. ഈ തേച്ച് കുളിയുടെ ഗുണത്തിനെ കുറിച്ചിട്ട് വളരെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയണില്ല. കഴിയുമെങ്കിൽ 2 നേരം കുളിക്കുക. അപ്പോൾ പാക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എണ്ണ തേച്ചതിന് ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നത്. എണ്ണയുടെ മുകളിൽ പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ചിലർക്ക് ഒരു സംശയമാണ്, എണ്ണയുടെ മുകളിൽ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്നിലേക്ക് എത്തുമോ എന്നുള്ളത്. നല്ലതാണ്, ഒരു ഗുണം ചെയ്യുകയുള്ളൂ, ദോഷമൊന്നുമില്ല അതിനകത്ത്. പിന്നെ 2 നേരം എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുവെച്ചാൽ ബെസ്റ്റാണ്. നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് വരുന്നതാണ്.
കാണാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, ഈ ഒരു 21 ദിവസം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ട് പഴയതുപോലെ പണ്ടും ജീവിത രീതികൾ പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അതങ്ങ് പോയി പോകും എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. ദിവസം പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിലോ ഒരാഴ്ചയിൽ ഒരു 3 ദിവസമോ എങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ, കാലാകാലം അത് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ 1 മണിക്കൂർ സമയം നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കത്തിയടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുപോകണില്ല. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2.5 ലിറ്ററോളം എണ്ണ മുറുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണ, കാച്ചിയ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ ആ വീഡിയോ ഒന്ന് ആദ്യം തന്നെ പോയി കാണുക കേട്ടോ. സെയിം എണ്ണ തന്നെ നിങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ബോട്ടിലേക്ക്, ഇത് ഏകദേശം നമുക്കൊരു 1 വീക്കിലും മേലേക്ക് ഉപയോഗിക്കാനുണ്ടാകും. ഇത്രയും എണ്ണ 1 വീക്കിലേക്ക് യൂസ് ചെയ്യാനുള്ളത് ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇത് ഇങ്ങനത്തെ ചെറിയ ടോപ്പുള്ള ഒരു ബോട്ടിലേക്കാണ് വയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് ഓയിൽ അങ്ങ് കുളിപ്പിച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഓയിൽ മതി. അപ്പോൾ ഓയിൽ തേക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് ഇങ്ങനെ തേക്കുന്ന സമയം നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇത്തവണത്തെ ഓയിലിൽ ഒരുപാട് മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്കൊരു മസാജ് ഓയിലും കൂടെ ആയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് യെല്ലോ ടിൻറ്റ് വരും. എനിക്ക് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം മഞ്ഞൾ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളറൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചമഞ്ഞളുടെ അളവ് ചേർത്തുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകാൻ വേണം. എണ്ണ തേച്ച് കുളിച്ചിട്ട് കാര്യമില്ല. എണ്ണ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തേച്ച് കഴുകാൻ വേണം. നമ്മുടെ സ്കിന്നിനകത്ത് ഈ എണ്ണയും മഞ്ഞളുടെ കണ്ടന്റ് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ കറക്കുകയാണ് ചെയ്യുക, പ്രത്യേകിച്ച് വെയിലത്തോട്ടും കാറ്റത്തോട്ടും ഒക്കെ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ്, പുറത്തിറങ്ങി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പകൽ സമയം കുളിക്കുന്നതിന് പകരമായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം കുളിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഓയിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് പതുക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. കുളിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ തലയിൽ നെറുകിൽ എണ്ണ വയ്ക്കുക, അതുപോലെ തന്നെ ചെവിയുടെ ഈ ഭാഗത്ത് തേക്കുക. കണ്ടോ, ചെവിയുടെ പുറകിലും തേക്കുക, അതുപോലെ തന്നെ കൈവെള്ളയിലും അതുപോലെ തന്നെ കാലിൻ്റെ അടിയിലും കാൽവെള്ളയുടെ ഭാഗത്തും തേക്കണം. അപ്പോൾ ഈ കൈവെള്ളയിലും കാൽവെള്ളയിലും ഒക്കെ നമ്മൾ തേക്കണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. തലയിൽ നെറുകിൽ എണ്ണ വെക്കുമ്പോൾ നീർദോഷത്തിൻ്റെയൊക്കെ നീരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പൊക്കെ വെച്ചാൽ മതി, ഒരുപാട് വെക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോരുത്തർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. ശരി, അപ്പോൾ ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മുകളിലോട്ട് ഒഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ കവിള് ഇങ്ങോട്ട് താഴേക്ക് ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റൗണ്ടിൽ മസാജ് ചെയ്യുക. ഒരു 5 ടൈംസ് നമ്മൾ റൗണ്ടിൽ ഇങ്ങോട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈംസ് തിരിച്ച് ഇങ്ങോട്ടും മസാജ് ചെയ്യാം. ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ഈ സെൽസിലൊക്കെ രക്തചംക്രമണം നടക്കും, അതായത് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് വഴി നമ്മുടെ സ്കിൻ നന്നായിട്ട് ഉണരും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആവി കൊണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലും. ആവി കൊള്ളുന്ന സമയത്ത് നമ്മുടെ ഈ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ തുറന്നിരിക്കും. എന്നതിന് ശേഷം നമ്മളിത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഈ എണ്ണ തന്നെ നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്, അതായത് ഒരടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ഈ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് ഇളം ചൂടാക്കി എടുക്കുക. ആ ചൂടോടുകൂടി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും ഞാൻ ആവി കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നതും രണ്ടും സെയിം ആണ്. പിന്നെ താടിയുടെ ഭാഗത്ത് നമ്മളിങ്ങനെ ചെയ്യാം. താടി നമ്മളിങ്ങനെ ഒന്നിങ്ങനെ പിച്ചി കൊടുക്കുന്ന മാതിരി ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അധികം ആൾക്കാർക്കും ഡബിൾ ചിൻ ഉണ്ടാവും. ഡബിൾ ചിൻ ഉള്ള ആൾക്കാരും ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഡബിൾ ചിൻ മാറാനുള്ള വേറെ കുറച്ച് എക്സസൈസും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ നന്നായിട്ട് വണ്ണം വെച്ച സമയത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിംഗറിംഗ് ഇല്ലേ, നമ്മൾ മോതിരിടുന്ന വിരൽ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു 10 തവണയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 തവണ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചും ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വെക്കുക.
നമുക്കിപ്പോൾ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്, ഫോൺ യൂസേജസ് കൂടുതലാണ്, അധികം പേർക്കും ഡാർക്ക് സർക്കിൾസ്, കണ്ണിൻ്റെ സ്ട്രെയിൻ, ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഒരു മസാജ് ചെയ്യുന്നത് വഴി വളരെ അധികം റിലാക്സേഷൻ കിട്ടും. അതുകൂടാതെ നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾസ് കുറയാനും കാരണമാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പുരികമാണ്. അപ്പോൾ പുരികം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ട് ഉണ്ട്, ഇതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ലേ ചേച്ചി, അപ്പോൾ മഞ്ഞളെണ്ണ വെച്ചിട്ട് പുരികം കൊഴിഞ്ഞു പോകും. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇതുവരെ എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പുരികത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ണ് ചെയ്തു, താടി ചെയ്തു, കവിള് ചെയ്തു ഒക്കെ ചെയ്തു. ഇനി നമുക്ക് മൂക്കാണ് ചെയ്യാനുള്ളത് അല്ലേ. മൂക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വിടുക. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ പരന്നിരിക്കുന്ന മൂക്കുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ 2 വിരൽ ഇങ്ങനെ എടുത്തിട്ട് താഴേന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ നെറ്റിയുടെ ഭാഗത്ത് നമുക്ക് ഈ ഒരു 3 വിരൽ ഉപയോഗിക്കാം. 3 വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 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 ഉപയോഗിക്കാം. അതായത് 1 2 3 4 1 2 3 4. അപ്പോൾ ഇങ്ങനെ 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 നമുക്ക് ചെയ്ത് കൊടുക്കാം. നെറ്റിയുടെ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റിയായി, പുരികമായി, കണ്ണായി, മൂക്കായി, കവിളായി. ഇനി ചുണ്ടിൻ്റെ ഭാഗം. ഈ ചുണ്ടിൻ്റെ ഭാഗം ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. കണ്ടോ? ഈ എണ്ണ ചുണ്ടിലായി എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കഴുത്തിനൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം കഴുത്ത് ഇങ്ങനെ മുകളിലോട്ട് ഒഴിഞ്ഞു കൊടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫേസിൽ ചെയ്യേണ്ടത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ദിവസവും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 10 തവണ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമുക്ക് അതിൻ്റെ ടൈംസ് കുറച്ച് വരാം. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ മസാജ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു മസാജിനൊരു 10 മിനിറ്റോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് ഡെയിലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 60 സെക്കൻഡ്സ് മസാജൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. നമ്മൾ സ്കിന്നിന് വേണ്ടി ഒരുപാട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണ്, കുരുക്കളുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യുന്ന വഴി ഇപ്പോൾ ഈ ഒരു കുരുവിൻ്റെ കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ട് അത് അങ്ങോട്ട് സ്പ്രെഡായിട്ട് കുരുക്കൾ പകരും, കൂടുതലായിട്ട് അങ്ങോട്ട് പരക്കും. അപ്പം അങ്ങനെ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അമർത്തി മസാജ് ചെയ്യുക, സ്ക്രബ് ചെയ്യാതിരിക്കുക, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വളരെ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓയിൽ മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൻ യങ് ആയിട്ടിരിക്കാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. ഈ എണ്ണയിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യ് നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ. നിങ്ങൾ ഒരു ദിവസം ഇത് തേച്ച് കുളിച്ച് പുറത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ കണ്ണാടി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ പറയാം നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ളത്. അത്ര നല്ല എണ്ണയാണ്. ശരി, അപ്പോൾ ഇത് തേച്ചു. ഇനി നമ്മൾ ദേഹത്ത് ഇതെങ്ങനെയാണ് തേക്കേണ്ടത്? കയ്യിൻ്റെ ഈ ഭാഗം തൊട്ടിട്ട് ഇതങ്ങനെ മുകളിലോട്ട് ഒഴിയാം. കൈ ഇതങ്ങനെ മുകളിലോട്ട് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ വേണമെങ്കിൽ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെയും മുകളിലോട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതേ രീതി തന്നെയാണ് നമ്മൾ കാലുകളും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൈയിൻ്റെ വിരലുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം. കണ്ടോ? ഞാനിതങ്ങനെ ഒട്ടും കെയർ ചെയ്യാതിരുന്ന ഒരാളായിരുന്നു കേട്ടോ. ചില സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ദിവസം ഞാൻ നന്നായിട്ട് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ദിവസം മുടങ്ങാതെ ഓയിൽ മസാജ് ചെയ്യാറുണ്ട് മുഖത്ത് കേട്ടോ. ബോഡിയിൽ കഴിയുന്നത്ര ദിവസങ്ങൾ തേച്ച് കുളിക്കാൻ ശ്രമിക്കാറുണ്ട്. തേച്ച് കുളിക്കുന്ന ദിവസം അത് പ്രത്യേക സുഖം തന്നെയാണ്. നമ്മുടെ ബോഡി സ്കിന്ന് എല്ലാം നന്നായിട്ടിരിക്കും, നല്ല സപ്പിളായിട്ടിരിക്കും. അങ്ങനത്തെ ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ദിവസം നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് തേച്ച് കുളിക്കുന്ന ഒരാൾക്കൊരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ വിരലുകളും അതുപോലെ തന്നെ കാലുകൾ തേച്ച് കൊടുക്കുക. കാലിൻ്റെ അടിയിൽ ഞാൻ എണ്ണ വെക്കണം എന്ന് പറഞ്ഞു. കാലിൻ്റെ അടിയിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി വളരാനും കണ്ണിനും ഒക്കെയുള്ള സ്ട്രെയിൻ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് നല്ല ഒരു ഒരു നല്ലൊരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ നന്നായിട്ട് തലയിലും ദേഹത്തൊക്കെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കുളിക്കുമ്പോൾ. ശരി, ഇനി നമ്മളിപ്പം എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. എണ്ണയൊക്കെ തേച്ച് നമ്മളൊരു 10-15 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നന്നായിട്ട് മസാജ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്യണം. ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പം നമ്മുടെ
പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ഒരു ഫുൾ വെള്ളരി ഞാനിവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പകുതി മതിയാവും നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കറി വെക്കുന്ന വെള്ളരിയാണ് കേട്ടോ. അപ്പോൾ കറി വെക്കുന്ന വെള്ളരി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സാലഡ് കുക്കുംബർ എടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് തൈരാണ്. അത് ഒരു വലിയൊരു 3-4 സ്പൂണോളം ഉണ്ടാവും. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാളൻ പുളി, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന വാളൻ പുളി കുരുവൊക്കെ കളഞ്ഞ് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ലെമണിൻ്റെ വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കറുത്ത കളറുള്ള പുളി വാങ്ങരുത്. ഇതുപോലെ ബ്രൗണും ഒരു മെറൂണും കൂടെ കൂടിയ കളർ ഉണ്ടാവും. അത് തന്നെ നല്ല നാടൻ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. ചില സെൻസിറ്റീവ് സ്കിന്നിനും അതുപോലെ തന്നെ കറുത്ത പുളി നിങ്ങൾ ഉപയോഗിച്ച സ്കിൻ ഡാർക്ക് ആവുകയുള്ളൂ. ഇതൊരു ബ്ലീച്ചും കൂടെയാണ്. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കണം എന്നില്ല. ഇത് നല്ലതായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് സ്കിന്നിന് സൂട്ട് ആവാറുണ്ട്. ശരി, ഇനി നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ്. ഈ പച്ചമഞ്ഞൾ റോ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. നമ്മളിപ്പം ഒരു പൊടി ചേർക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ റോ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാൻ വെള്ളരിയുടെ പകുതിയോളം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള സീഡ്സ് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടുന്നത് അതിനകത്തേക്ക് ഒരു കഷ്ണം തെറിച്ചു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളരി ഇട്ടു, ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുത്തു, അതുപോലെ തന്നെ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്യാം കേട്ടോ. തൈര് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തൈര് ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. ഡ്രൈ സ്കിന്നിന് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് പറ്റാത്തവരുണ്ടാവും, ലെമൺ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തത് ഇതിനകത്തുനിന്ന് ഒഴിവാക്കാം, ഒരു കുഴപ്പമില്ല. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളരിയാണ്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെയാണ് കൺസിസ്റ്റൻസി വരുന്നത്. കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്, നല്ല രസമാണ് തേക്കാനായിട്ടും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണം ഉണ്ടാവും. ശരി, ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഒരു ഫുൾ ലെമൺ ഞാൻ എടുത്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇത് ഞാനിങ്ങനെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലെമൺ ഇങ്ങനെ ചേർക്കണം എന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർത്താലും മതി. ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്കിതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതെനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്ന റെമഡി ആയിരുന്നു കേട്ടോ. മഞ്ഞളില്ലാതെയാണ് പറഞ്ഞു തന്നിരുന്നത്. ഞാൻ മഞ്ഞൾ ഇട്ടിട്ട് കോലർക്കൊക്കെ ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് തിക്കല്ല. ഇനി ഇതിലേക്ക് നമുക്ക് കോലരക്കും നവരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോലരക്ക് ഒരുപാട് പേര് അയച്ചു തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം കോവിഡിന് ശേഷം രണ്ടാമതും അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോലരക്ക് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വാങ്ങി പൊടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ മില്ലി കൊടുത്ത് പൊടിപ്പിച്ചാലേ നമുക്ക് അത്ര തരി ഇല്ലാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ മില്ലി കൊടുത്തിട്ടാണ് പൊടിപ്പിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ ധൃതിയൊന്നും കാണിക്കരുത്. മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ കുറച്ച് വൈകാറുണ്ട്, ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മെസ്സേജ് ഈ നമ്പറിലോട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ശരി, അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കൺസിസ്റ്റൻസി ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് ഈ രീതിയാണ്. അപ്പോൾ ഞാനിത് കോലരക്കിൻ്റെയും നവരയുടെയും പാക്ക് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പതുക്കെ അങ്ങ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ കോലരക്കും നവരയും വീട്ടിൽ വാങ്ങി പൊടിക്കാം, ഒരു കുഴപ്പമില്ല. ചെറിയൊരു സ്ക്രബ് കൂടുതലായിരിക്കും. അങ്ങനെ നിങ്ങൾ വീട്ടിൽ വാങ്ങി പൊടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അധികം അമർത്തിയിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ കുരുക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കുരുക്കളുള്ള ഭാഗത്ത് അമർത്തി സ്ക്രബ് ചെയ്യാതിരിക്കുക. കുരുക്കളുള്ള ആൾക്കാർ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉപ്പിട്ട വെള്ളത്തിൽ ഇളം ചൂടോട് കൂടിയിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിക്കളയാം. ഈ കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോകരുത്. ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ കഴുകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീലാവാൻ വളരെയധികം നല്ലതാണ്. പിന്നെ ഇത് ചൂടോടുകൂടി നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളൊക്കെ തുറന്നിരിക്കും. അപ്പോൾ തുറന്നിരിക്കുന്ന സമയത്ത് ഇത് ഡേർട്ട് വന്ന് അടിഞ്ഞുകൂടി അത് അഴുക്കായി മാറി വീണ്ടും കുരുക്കൾ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ കഴുകുന്ന സമയത്ത് അത് അങ്ങ് അടഞ്ഞു പോയിക്കോളും. പിന്നെ ഈ ഓയിലായാലും കോലരക്കിൻ്റെയും നവരയുടെയും പാക്ക് ആയാലും മഞ്ഞൾ തേച്ച് കുളിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ഫെയർനെസ്സിന് ചെയ്യുന്നതാണെങ്കിലും ഇത് നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കിടക്കരുത്. നന്നായിട്ട് ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. മഞ്ഞളുടെ കണ്ടന്റ് സ്കിന്നിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കറുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വല്ല ചൂടത്തോട്ടോ വെയിലത്തോട്ടോ കാറ്റത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത് ദോഷേ ചെയ്യുള്ളൂ. ശരി, അപ്പം ഇനി നമുക്ക് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് നല്ല സ്ക്രബ് പോലെയല്ലേ എന്ന്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളുടെ എല്ലാ ശക്തി മുഴുവൻ എടുത്തിട്ട്
സ്ക്രബ് ചെയ്യരുത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ഈ ഒരു കല ഭയങ്കര കലയായിരുന്നു കേട്ടോ. ഒരു നല്ല ഡക്ക്, എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻ്റെ അടുത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാം എന്താ പറ്റിയത് എന്നുള്ളത്. അപ്പോൾ അത് ഇത്രയും സ്കിന്നിൽ ഫെയ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളിത് ഒരു 4-5 തവണ ഉപയോഗിച്ചപ്പോഴേക്ക് തന്നെ ഇത്രയും ഫെയ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ പോക്സിൻ്റെ കലയോ കുരുക്കൾ വന്ന് മാറിയതിൻ്റെ കല മാറാതിരിക്കുക, പിഗ്മെൻറ്റേഷനോ ഒക്കെ ഈ സാധനം ബെസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ ഓയിൽ തേച്ചാൽ കുരുക്കൾ വരുന്നുണ്ട് അങ്ങനെ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ദേഹം മൊത്തം ഓയിൽ തേച്ച് കുളിക്കുക, മുഖത്ത് നിങ്ങൾ ഇത് മാത്രം പാക്ക് ഇട്ടാൽ മതി കേട്ടോ. എന്നതിന് ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമല്ല ജെൽ ടൈപ്പ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ഓയിലി സ്കിന്നുകാർ അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ്. ഈ ഒരു കാര്യം ചെയ്തതിൽ നിന്ന് വ്യത്യാസം വന്ന ഇതാണ് എനിക്ക് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡിസ്കളറേഷനും ഇപ്പം അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ 2 കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അതിന് സ്കിൻ ഈവൻ ടോൺ ആവാനും പിഗ്മെന്റേഷൻ മാറാനും കുരുക്കളും കലകളും മാറാനും എല്ലാത്തിനും ഇപ്പം ഫെയർനെസ്സിനാണെങ്കിലും എല്ലാത്തിനും ഇത് മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തു. എണ്ണ നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഒന്ന് പതുക്കെ മസാജ് ചെയ്തതിന് ശേഷം, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇത് സ്ക്രബ് ആയതുകൊണ്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉണങ്ങി വരും. ഉണങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്കിന്നിനെ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകി ഡ്രൈ ആവുന്ന വരെ ഒരു കാരണവശാലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ സ്കിന്നിനെ അത് നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ. അതിന് പകരമായിട്ട് ഒന്ന് ഉണങ്ങി വരുന്നൊരു സമയത്ത് നമുക്ക് വാഷ് ഓഫ് ചെയ്തിട്ട് തിരിച്ചിട്ട് പോരാം. അപ്പോൾ ഒരു മിനിമം നമുക്കൊരു ബാത്റൂമിൽ ഒരു അരമണിക്കൂർ സമയം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം എന്നർത്ഥം. പിന്നെ തലയിൽ ആദ്യം എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വേണം ദേഹത്തൊക്കെ എണ്ണ തേക്കാനായിട്ട്. അപ്പോൾ ഈ ദേഹത്തൊക്കെ എണ്ണ തേച്ച് ഈ പാക്കൊക്കെ ഇട്ട് വരുമ്പോഴേക്കും അരമണിക്കൂറാണ്. അപ്പോൾ ഈ തലയിൽ ഈ എണ്ണ അരമണിക്കൂറോളം പിടിപ്പിക്കാൻ പറ്റാത്ത ചില ആൾക്കാരും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, ഇത്രയൊന്നും സമയം ചെയ്യാൻ പറ്റാത്തവർ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കൊക്കെ ഇട്ട് ഈ പാക്കൊന്ന് ഉണങ്ങുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ തലയിൽ എണ്ണ തേക്കുക, ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക, കൈകൊണ്ട് നന്നായിട്ട് മസാജ് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ താളിയൊക്കെ തേച്ചിട്ട് കുളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിയട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുക. താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് our channel. This is Adra signing off. Take care. Bye bye. Love you.